ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിലെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പം മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ നടന്ന 2 ക്ലാസ്സുകളിലും നമ്മൾ സബ്സെറ്റ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് R, അതുപോലെ യൂണിവേഴ്സൽ സെറ്റ്, പവർ സെറ്റ് എന്നീ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് R. സബ്സെറ്റുകൾ നമ്മൾ പഠിച്ചിരുന്നു. സബ്സെറ്റുകൾ എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്തായിരുന്നു സബ്സെറ്റ്? ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ A സബ്സെറ്റ് ഓഫ് B എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് എയിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് എക്സ് എവിടെയും കാണും, എക്സ് ബിയിലും കാണും. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റ്സ് എവിടെയും കാണും, ബിയിലും കാണും. ഇത്രയാണ് ഷോർട്ടായിട്ട് സബ്സെറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓക്കെ ആണോ? അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഇൻ്റർവെൽസ് ആർ സബ്സെറ്റ് ഓഫ് R റിയൽ നമ്പറുകളുടെ സബ്സെറ്റാണ്. റിയൽ നമ്പറുകളുടെ സബ്സെറ്റാണ്. റിയൽ നമ്പറുകളുടെ സബ്സെറ്റ്. അപ്പോൾ റിയൽ നമ്പറുകളുടെ സബ്സെറ്റ് എന്ന് പറയുമ്പം അത് ഏതൊക്കെ നമ്പർ വരാം? അത് നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ റിയൽ നമ്പറുകളുടെ സബ്സെറ്റായിട്ട് എഴുതാൻ പറ്റും അല്ലേ? കാരണം അത് റിയൽ നമ്പറിനകത്ത് വന്നാൽ മതി. റിയൽ നമ്പറിന് പുറത്തോട്ട് വരുമ്പോൾ അത് ഇമാജിനറി നമ്പർ ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ നമ്പറിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരും റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ നോട്ട് പറയുന്നതിന് മുമ്പേ അതിനകത്തുള്ള കണ്ടൻറ്റ് ക്രിസ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. A, B എന്ന് പറയുന്നത് റിയൽ നമ്പറിലെ 2 സംഖ്യകളാണ്, എയും ബിയും, 2ഉം 3ഉം. ഇവർ പറയുന്നത് A<B എന്നാണ്. നമുക്കറിയാം 2 3നേക്കാൾ ചെറുതാണ്. ഇവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് A<X>B ആണ്. നമ്മളിവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു എക്സ് സച്ച് ദാറ്റ് 2<X>3 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് എന്ന് പറയുന്ന ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിലെ എലമെൻറ്റുകളാണ് എക്സ്. എക്സ് ഏത് 2 നമ്പറിന് ഇടയിലാണ്? എയ്ക്കും ബിക്കും ഇടയിലാണ്. ഇവിടെ ലെസ് ദാൻ ചിഹ്നം കൊണ്ട് അതാണല്ലേ സൂചിപ്പിക്കുന്നത്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. സ്ട്രിക്ട്ലി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പം നിങ്ങൾക്കത് പരിചയമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് പറയുമ്പം നമ്മൾ എന്ത് പറയാം? A<B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാളും ചെറുതാണ് ബി. A<=B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ബിയേക്കാളും ചെറുതാവാം, A ബിക്ക് തുല്യമാവാം. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ A<B-നെയാണ് നമ്മൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A തീർച്ചയായിട്ടും ബിയേക്കാൾ ചെറുതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതേ ഉള്ളൂ. ഞാൻ ഈ വാക്കിനെ അവിടെ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവാമല്ലോ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഇത്രയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെറ്റ്, ഈ സെറ്റിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഓപ്പൺ ഇൻ്റർവെൽ AB എന്ന് എഴുതാം. അത് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? അത് Rൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ 2 3 എന്ന് എഴുതിക്കൂടെ? അതെന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റാണ്? Rൻ്റെ സബ്സെറ്റാണ്. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ഇൻ്റർവെൽ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ക്കും ബിക്കും, A എന്ന B എന്ന 2 സംഖ്യകൾക്കിടയിലുള്ള എല്ലാ നമ്പേഴ്സും, എല്ലാ റിയൽ നമ്പേഴ്സും എന്നാണ് ഈ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഫോം കൊണ്ടും പിന്നെ അതിൻ്റെ നൊട്ടേഷനായ ഓപ്പൺ ഇൻ്റർവെൽ AB കൊണ്ട് ഉദ്ദേശിക്കുന്നത് A എന്ന B എന്ന 2 നമ്പറുകൾക്കിടയിലുള്ള എല്ലാ നമ്പേഴ്സിനെ, എല്ലാ റിയൽ നമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ത് എവിടെ വരും? അത് റിയൽ നമ്പറിനകത്ത് വരും. അതുകൊണ്ട് തന്നെ അതെന്താണ്? റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. ഇവിടെ 2നും 3നും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സാണ് ഓപ്പൺ ഇൻ്റർവെൽ 2 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്ന് കണ്ടു. ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്ന് കണ്ടു. അപ്പോൾ ഓപ്പൺ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അടയ്ക്കണമല്ലോ. അപ്പോൾ എന്തായാലും അവിടെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ടേം വരുമല്ലോ. വരും, തീർച്ചയായിട്ടും വരും അല്ലേ? അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നും കൂടെ നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. A എന്നും B എന്ന് പറയുന്ന 2 റിയൽ നമ്പറുകളുണ്ട്. 2 എന്നും 3 എന്ന് പറയുന്ന 2 റിയൽ നമ്പറുകളുണ്ട്. A<B ആണ്. A ബിയേക്കാളും ചെറുതാണ്. ഇവിടെ 2 3നേക്കാളും ചെറുതാണ്. അവിടെ നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്തത് എക്സ് സച്ച് ദാറ്റ് A<X>B എന്ന സെറ്റാണ് ഡിഫൈൻ ചെയ്തത്. അതായത് സ്ട്രിക്ട്ലി ലെസ് ദാൻ, തീർച്ചയായിട്ടും A എക്സിനേക്കാൾ ചെറുതാണ്, എക്സ് ബിയിനേക്കാൾ ചെറുതാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിലാണ്. ഞാൻ ഇവിടെ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് A<
ബി ലെസ് ദാൻ ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന സെറ്റാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എന്ത് പറയും? എക്സ് സച്ച് ദാറ്റ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന സെറ്റ് ഡിഫൈൻ ചെയ്യാം. ശരിയാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് എഴുതിയത് എങ്ങനെയാണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നാണ് എഴുതിയത്. എന്നാൽ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നാണ്. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. 2 പെട്ടിക്കകത്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ 2, 3 എന്ന് പറയാം. ഇത് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? ഇത് ആറിൻ്റെ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയാലോ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എ എന്നും ബി എന്നും പറയുന്ന 2 റിയൽ നമ്പേഴ്സ് ഉണ്ട്. എ ബിയേക്കാളും ചെറുതാണ്. ഇവിടെ നമ്മൾ ഒരു സെറ്റ് എടുത്തു. ആ സെറ്റിലെ എലമെൻറ്റ്സ് ആണ് എക്സ് എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ കിടക്കുവാണ്. ഇതിൻ്റെ അർത്ഥം എക്സ് ഒന്നുകിൽ എ ആവാം അല്ലെങ്കിൽ ബി ആവാം. അല്ലെങ്കിൽ എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഇവിടെ ഇതിൻ്റെ തന്നെ നൊട്ടേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഒപ്പം എയും ബിയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്തിൻ്റെ സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. റിയൽ നമ്പറിനകത്ത് വരുന്നില്ലേ? അപ്പോൾ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആണ്. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2, 3 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? 2നും 3ക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഒപ്പം 2ഉം 3യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് മനസ്സിലായേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പണും കണ്ടു, ക്ലോസ്ഡും കണ്ടു. ഓപ്പൺ ഇൻ്റർവെല്ലും കണ്ടു, ക്ലോസ്ഡ് ഇൻ്റർവെല്ലും കണ്ടു. ഈ രണ്ട് ഇൻ്റർവെല്ലിലും എന്തിൻ്റെ സബ്സെറ്റാണ്? റിയൽ നമ്പറുകളുടെ സബ്സെറ്റാണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാൻ. നമ്മൾ ക്രിസ്പായിട്ട് ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇവിടെ ഇവർ പറയുന്നതെന്ന് നോക്കാം. നോക്കിയേ, എ കോമ ബി ബിലോങ്സ് ടു ആർ. എയും ബിയും ആറിലുണ്ട്. എ ലെസ് ദാൻ ബി. ശരിയാണ്. എ ബിയേക്കാൾ ചെറുതാണ്. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പറുകളുടെ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്നാണ് തന്നിരിക്കുന്നത്. ഇസ് കോൾഡ് ആൻ ഓപ്പൺ ഇൻ്റർവെൽ. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഓപ്പൺ ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നു. ഇതിനെ എന്തെന്ന്? ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതിനെ എന്ത് പറയാം? ഓൾ ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലാണ്. പക്ഷേ എയും ബിയും എവിടെ വരുന്നില്ല? ഈ ഇൻ്റർവെല്ലിനകത്ത് വരുന്നില്ല. അത് നമ്മൾ പറഞ്ഞതാണ്. എയ്ക്കും ബിക്കും ഇടയിലുള്ളതാ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഇടയിലുള്ളത് എന്ന് ആലോചിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇടയിലുള്ളതാണ് ഓപ്പൺ. ഇനി നോക്കിയേ, ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ സെറ്റിന് എന്താണ് പറയുന്നത്? ദ ഇൻ്റർവെൽ വിച്ച് കണ്ടെയ്ൻ ദ എൻഡ് പോയിന്റ്. അപ്പോൾ ഇടയിലുള്ളതും വരും, അവരുടെ എൻഡ് പോയിന്റും വരും. എൻഡ് പോയിന്റ് ആണ് നമ്മൾ എയും ബിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് കോൾഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇസ് ഡിനോട്ടഡ് ബൈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എങ്ങനെയാണ് കാണിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇസ് ഈക്വൽ ടു എൻ്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെയാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? ഇടയിലുള്ളതെന്നാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയും വരും, ബിയും വരും, ഇടയിലുള്ളതും വരും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത് വളരെ എളുപ്പമാണ്, നിസ്സാരമാണ്. ഇതൊരു തിയറി പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ ഇൻ്റർവെൽ എന്ന് നോക്കാം. ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ തിയറി പാർട്ട് ഫുള്ള് പറയുന്നതിന് മുമ്പ് എന്താണ് ക്രിസ്പായിട്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരത്തെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കണ്ടു. ഞാനൊരു രസത്തിന് ഇതിൻ്റെ രണ്ടാമത്തെ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, എ ബി എന്ന് എഴുതുമ്പോൾ രണ്ടാമത്തെ എൻഡ് പോയിന്റ് തീർച്ചയായിട്ടും ബി ആണ്. അത് ഞാനങ്ങ് ഓപ്പൺ ആക്കി, ആദ്യത്തെ ക്ലോസ്ഡ് ആക്കി. അപ്പോൾ രണ്ടാമത്തെ അല്ലേ ഞാൻ ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും? സെമി
ഓപ്പൺ എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത് ഞാനൊരു ഓപ്പൺ ഇൻ്റർവെൽ എഴുതുന്നു. ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ രണ്ടാമത്തെ എൻഡ് പോയിന്റ് ഞാൻ അങ്ങ് ക്ലോസ് ആക്കിയെങ്കിൽ എനിക്കിതിനെ എന്ത് വിളിക്കാം? സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് വിളിക്കാം. ഇത്രയേ ഉള്ളൂ സെമി ഓപ്പണും സെമി ക്ലോസ്ഡ്. അപ്പോൾ സെമി ക്ലോസ്ഡ് സെമി ഓപ്പണും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്താണ്? സെമി ഓപ്പൺ ആകുമ്പോൾ രണ്ടാമത്തെ ഇൻ്റർവെൽ ഓപ്പൺ ആണ്, രണ്ടാമത്തെ എൻഡ് പോയിന്റ് ഓപ്പൺ ആണ്. സെമി ക്ലോസ്ഡ് ആകുമ്പം രണ്ടാമത്തെ എൻഡ് പോയിന്റ് ക്ലോസ്ഡ് ആണ്. ഇനി നമുക്കിനി ഡെഫിനിഷൻ നോക്കാം. നോക്കിക്കേ, ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. സം ഇൻ്റർവെൽസ് ആർ ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് അതർ എൻഡ്. സച്ച് ഇൻ്റർവെൽസ് ആർ കാൾഡ് സെമി ക്ലോസ്ഡ് സെമി ഓപ്പൺ. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. ഇനി തന്നിരിക്കുന്ന നൊട്ടേഷൻ നോക്കേ. ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി ഇസ് എ സെമി ഓപ്പൺ ഇൻ്റർവെൽ ഫ്രം എ ടു ബി വിച്ച് ഇൻക്ലൂഡ്സ് എ ബട്ട് എക്സ്ക്ലൂഡ്സ് ബി. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സെറ്റിനകത്ത് എ ഉണ്ട്, ബി ഇല്ല, പക്ഷേ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാവരും ഉണ്ട്. എ ഉണ്ട്, ബി ഇല്ല, എക്കും ബിക്കും ഇടയിലുള്ള എല്ലാവരും ഉണ്ട്. അതാണ് സെമി ഓപ്പൺ. എ ഇല്ല, ആ എയുടെ അവിടെ ഓപ്പണാണ്. രണ്ടാമത്തെ എൻഡ് പോയിന്റ് ബി ക്ലോസ്ഡ് ആണ്, അതായത് എ ഇല്ല, ബി ഉണ്ട്. അതാണ് സെമി ക്ലോസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ അവിടെ ജസ്റ്റ് പറയുന്നുള്ളൂ. ഓക്കെ ആണ്. ആ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടില്ലേ? സെറ്റ് ബിൽഡർ ഫോം എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ നൊട്ടേഷനാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് നോക്കിയാലോ? സെമി ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഓപ്പൺ മാറ്റി നമ്മൾ ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നുണ്ട്. അതാണ് സെമി ക്ലോസ്ഡ്. അതായത് രണ്ടാമത്തെ എൻഡ് പോയിന്റ് എന്താവും? ക്ലോസ് ആവും. എ ഇല്ല, ബി ഉണ്ട്, എക്കും ബിക്കും ഇടയിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പം ഇതും എന്താണ്? എ ഓപ്പൺ ഇൻ്റർവെൽ, സെമി ക്ലോസ്ഡ് എ ബി, സെമി ഓപ്പൺ എ ബി, ഇതെല്ലാം തന്നെ എന്താണ്? സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇതും സബ്സെറ്റ് ഓഫ് ആർ ആണ്, ഇതും സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇത് ഇത്രയേ ഉള്ളൂ സെമി ക്ലോസ്ഡും സെമി ഓപ്പണും. മനസ്സിലായെങ്കിൽ ഇതെങ്ങനെ നമ്പർ ലൈനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്പർ ലൈനിനകത്ത് ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഈ നമ്പർ ലൈനിനകത്ത് നോക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട്. നമ്മൾ നമ്പർ ലൈൻ എടുത്തു. നമ്പർ ലൈന് വലത്തോട്ട് അങ്ങ് കിടപ്പുണ്ട്, ഇടത്തോട്ടും കിടപ്പുണ്ട്. ഇടത്തോട്ട് പോകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാത്ത വലിയ ഏതോ ഒരു സംഖ്യ. അപ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ നമുക്കറിയാത്ത വലിയ ഏതോ സംഖ്യയിലോട്ട് പോകും. അതൊരു നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. വലത്തോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാത്ത ഏതോ വലിയ പോസിറ്റീവ് സംഖ്യയിലോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. എ എന്നും ബി എന്നും പറയുന്ന പോയിന്റുകൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. എ ബി. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച 4 ഇൻ്റർവെല്ലുകൾ ഇതിനകത്ത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാൻ പോവാം. ആദ്യമായിട്ട് ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഈ സെറ്റിനകത്ത് എ എന്ന റിയൽ നമ്പരും ഇല്ല, ബി എന്ന റിയൽ നമ്പരും ഇല്ല, എക്കും ബിക്കും ഇടയിലുള്ള എല്ലാവരും വരും. എ ഇല്ലാത്തത് കൊണ്ട് എ എന്ന പോയിന്റ് നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കണം. ബി എന്ന പോയിന്റും നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്തിട്ട് അതിനിടയിൽ ഒരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ ഈ ഗ്യാപ്പിനിടയിലുള്ള എല്ലാ നമ്പേഴ്സും വരുമല്ലോ എ ഇൻ്റർവെൽ ബിക്കകത്ത്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിക്കകത്ത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഇവിടെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമ്പർ ലൈനിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഡിനോട്ട് ചെയ്യാൻ. ഒന്നുമില്ല, എ എന്ന് ബി എന്ന് പറയുന്ന 2 പോയിന്റ് മാർക്ക് ചെയ്തു. എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് എ ലെഫ്റ്റിൽ വരും, ബി റൈറ്റിൽ വരും. അത് ഓക്കെയാണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആയതുകൊണ്ട് എ ഇല്ല, ബിയും ഇല്ല. അപ്പോൾ എയുടെ അവിടെ 0 കൊടുത്തു, ബിയുടെ അവിടെയും 0 കൊടുത്തു. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടി അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തു.
എന്നിട്ട് അതിനിടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരുവേ. അതുകൊണ്ട് ഞാൻ അതിനിടയിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി മാർക്ക് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായത് നോക്കിക്കേ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എങ്ങനെ ഇതിനകത്ത് ഡിനോട്ട് ചെയ്യാം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ഇതിൻ്റെ അർത്ഥം എന്താണ്? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ എയുടെ അവിടെ ഉണ്ട്, ബിയുടെ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ അവിടെ 0 അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്തെടുത്ത്. ഇപ്പം എന്താണ്, ഞാൻ നന്നായിട്ട് അത് ഡാർക്കൻ ചെയ്തിട്ടുണ്ടല്ലേ, നന്നായിട്ട് കറുപ്പിച്ചിട്ടുണ്ട്. ആ പോർഷൻ നന്നായിട്ട് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ പോർഷൻ്റെ ഇടയിൽ ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് എഴുതും. ഇതിനർത്ഥം എന്താണ്? ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുമ്പോൾ എയും ഉണ്ട് ബി എന്ന റിയൽ നമ്പരും ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പരും ഉണ്ട്. ഇതാണ് ക്ലോസ് ഇൻ്റർവെൽ എ ബി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ഞാൻ ഇതിനകത്ത് എങ്ങനെ ഓപ്പൺ ഇൻ്റർവെൽ എ ബി സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി കാണിക്കും? സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി കാണിക്കാനും എളുപ്പമാണ്. നമുക്കറിയാം സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുമ്പം എ എഴുതി ബി എഴുതി, രണ്ടാമത്തെ എൻഡ് പോയിന്റ് അവിടെ ഓപ്പൺ വരും. ആദ്യത്തെ അപ്പം എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഇതാണ് സെമി ഓപ്പൺ. സെമി ഓപ്പൺ എന്ന് പറയുമ്പം ബി എന്ന് പറയുന്നത് ആ സെറ്റിനകത്തുണ്ടോ? ബി എന്ന് പറയുന്ന സെറ്റിനകത്തില്ല, അതുകൊണ്ട് അവിടെ 0 കൊടുത്തു. എ എന്ന് പറയുന്ന സെറ്റിനകത്തുണ്ടോ? ഉണ്ട്, കാരണം എയുടെ അവിടെ ക്ലോസ്ഡാണ്. ഇതിനകത്ത് ഇടയ്ക്കല്ലേ നമുക്ക് ഈ ഒരു സെറ്റ് വരുത്തുള്ളൂ, അതായത് സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി. സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുക്കാൻ നോക്കാം. സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എങ്ങനെ കാണിക്കുന്നു? എ എന്ന ബി എന്ന് പറയുന്ന രണ്ട് റിയൽ നമ്പർ സെമി ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എൻഡ് പോയിന്റ് അവിടെ ക്ലോസ്ഡ്, അപ്പോൾ ആദ്യത്തെ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഈ സെറ്റിനകത്തില്ല, അവിടെ 0 കൊടുത്തു. ബി എന്ന് പറയുന്നതിനകത്ത് ഉറപ്പായിട്ടുണ്ട്, അവിടെ ഡാർക്കൻ ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലാണ് ഓപ്പൺ അല്ലാതെ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എയും ഇല്ല ബി ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറുകളും ഉണ്ട്. ഇതാണ് ഒരു സെമി ക്ലോസ് ഇൻ്റർവെലിനെയും സെമി ഓപ്പൺ ഇൻ്റർവെലിനെയും നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്ന രീതി. നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യുന്ന രീതി ഇതാണ്. മനസ്സിലായോ? ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വലിയ കൂലങ്കവശമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ഒന്നുമില്ല മക്കളെ, ഈ കിടക്കുന്ന ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, സെമി ഓപ്പൺ, സെമി ക്ലോസ്ഡ്, ഇങ്ങനെയുള്ള ഇൻ്റർവെല്ലുകളുടെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയാലും ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആയാലും സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആയാലും സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയാലും എല്ലാം തന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് എ ആണ്. അതായത് സെക്കൻഡ് എൻഡ് പോയിന്റ് രണ്ടാമത്തെ എൻഡ് പോയിന്റ് മൈനസ് ഫസ്റ്റ് എൻഡ് പോയിന്റ്. രണ്ടാമത്തെ എൻഡ് പോയിന്റിൽ നിന്ന് ആദ്യത്തെ എൻഡ് പോയിന്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലെങ്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എൻഡ് പോയിന്റിൽ നിന്ന് ആദ്യത്തെ എൻഡ് പോയിന്റ് പോയി കഴിഞ്ഞാൽ ആരെ കിട്ടും? ലെങ്ത് കിട്ടും. അതെല്ലാ ഇൻ്റർവെല്ലുകൾക്കും അതങ്ങനെയാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ് ആൻഡ് ഓൾസോ റെപ്രസെൻറ്റ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനകത്ത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് ചെയ്ത് നോക്കാം അല്ലേ, നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്പർ ലൈൻ വരച്ചു. ഇതാണ് നമ്പർ ലൈൻ. എനിക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. എന്താണ് തന്നിരിക്കുന്നത്? -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് തന്നിരിക്കുന്നു. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ മീനിങ് എന്താണ്? ഈ ഇൻ്റർവെല്ലിനകത്ത് 6 ഉണ്ട്. അപ്പോൾ ഞാൻ -5 മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്തു. ഈ ഇൻ്റർവെല്ലിനകത്ത് 6 ഉണ്ട്. 6 ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു?
6ന്റെ പോയിന്റ് വരുന്നിടത്ത് നന്നായിട്ട് ഡാർക്കൻ ചെയ്തു. -5 ഉണ്ടോ? -5ന്റെ അവിടെ ഈക്വൽ ഉണ്ടോ? ഈക്വൽ ഇല്ല. അപ്പോൾ അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ. തീർച്ചയായിട്ടും -5 എക്സിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഇവർക്കിടയിലാണ് ആര് വരുന്നത്? ഈ ഒരു ഇൻ്റർവെല്ല് വരുന്നത്. ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്? -5 ഇല്ല, -5ന്റെ അവിടെ ഓപ്പൺ, കോമ 6 ഉണ്ട്, 6 ക്ലോസ്ഡ്. അപ്പോൾ ഇതൊരു സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ -5 6 എന്നാണ് വായിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്, സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ -5 6 എന്നാണ് ഇത് വായിക്കുന്നത്. സെമി ക്ലോസ്ഡ് ആയത് എന്താണ്? സെമി ക്ലോസ്ഡ് ആവണമെന്ന് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ എൻഡ് പോയിന്റ് നോക്കണം. എൻഡ് പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത് ക്ലോസ്ഡ് ആണെങ്കിൽ, അത് ഈ നമ്പർ ലൈനകത്തുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? അത് സെമി ക്ലോസ്ഡ് ആണ്. ഇനി ഇല്ലെന്നുണ്ടെങ്കിലോ സെമി ഓപ്പൺ ആവും. എപ്പോഴും നമ്മൾ രണ്ടാമത്തെ എൻഡ് പോയിന്റ് ആണ് ഈ സെമിയുടെ കേസിൽ പകുതി ക്ലോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ പകുതി ഓപ്പൺ ആവുന്ന കേസിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എന്താണ്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -11 ലെസ് ദാൻ എക്സ് -9. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്തായാലും ഈക്വൽ സൈൻ, ഇക്വാളിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാം സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അതായത് ഒരു നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പർ ലൈനിൻ്റെ ഒരു പോയിൻ്റാണ് -9. ആ നമ്പർ ലൈനിലെ മറ്റൊരു പോയിൻ്റാണ് -11 എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ -11 -9 ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡാർക്കൻ കൊടുത്താൽ അതിനകത്തുള്ള ആളുകളെല്ലാം റെപ്രസെൻ്റ് ചെയ്താൽ വളരെ തെറ്റാണ്. കാരണം എന്താണ്? ഡാർക്കൻ കൊടുക്കുന്നത് ഈ -9ഉം -11ഉം ഈ ഇൻ്റർവെല്ലിനകത്ത് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലാണ്. ഈ ഇൻ്റർവെല്ലിനകത്ത് ഉള്ളപ്പോൾ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ എന്ത് പറയും? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലാണ് നമ്മളിവിടെ ഡാർക്കൻ കൊടുക്കുന്നത്. ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഡാർക്ക് കൊടുക്കാൻ പറ്റുമോ? അവിടെ ഒരിക്കലും ഡാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ പിന്നെ എന്ത് കൊടുക്കാം? അവിടെ പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ആ ഇൻ്റർവെല്ലിൽ എങ്ങനെ വരും? -11, -9. ഓപ്പൺ ഇൻ്റർവെൽ -11 -9 എന്ന് വരും. ശരിയാണോ? ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിത് മൂന്നാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 2 x <8 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 2 ഇവിടെ ഉണ്ട്, 2 ക്ലോസ്ഡാണ്. 8ൻ്റെ അവിടെ ഓപ്പൺ ആണ്. അപ്പോൾ 8ൻ്റെ അവിടെ ഓപ്പൺ. അപ്പോൾ ഇത് സെമി ഓപ്പൺ ഇൻ്റർവെല്ലാണ്. സെമി ഓപ്പൺ ഇൻ്റർവെൽ 2 8 എന്ന് വായിക്കാം. നാലാമത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ നോക്കിക്കേ, 5 < = x < 6 എന്നാണ്. 5 എഴുതി, 6 എഴുതി. 5ൻ്റെ അവിടെ നോക്കി ക്ലോസ്ഡ് ആണ്, 6ൻ്റെ അവിടെ നോക്കി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 5 6 എന്ന് വരും. ശരിയാണോ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 5 6 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ക്ലോസ്ഡും ഓപ്പണും സെമി ക്ലോസ്ഡും സെമി ഓപ്പണും ഒക്കെ ഇതെല്ലാം ആരുടെ സബ്സെറ്റാണ്? റിയൽ നമ്പറിൻ്റെ സബ്സെറ്റാണെന്ന് ഓർക്കുക. ഇനി എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമുക്ക് നോക്കാം. If there are some sets under consideration, then a set can be chosen arbitrarily, which is a superset of each one of the given set. Such a set is known as a universal set and it is denoted by U. ഒന്നുമില്ല, ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്ത് സ്ഫുടമായി മമ്മൂട്ടി സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? നിങ്ങൾക്കെന്നല്ല, ആദ്യമായി കേൾക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ നമ്മൾ കോൺസെപ്റ്റ് പഠിക്കും. അതാണ് ഏറ്റവും നല്ല രീതി ചില ടോപ്പിക്ക് പഠിക്കുമ്പോൾ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേ. എ എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് സെറ്റ് 2 4 6. ബി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത്, ബി എന്ന് നമുക്ക് വേറെ കളർ കൊടുക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് 1 3 5 എന്ന് പറയുന്ന സെറ്റാണ്.
സി എന്ന് പറയുന്ന മറ്റൊരു സെറ്റാണ്. സി എന്ന് പറയുന്ന സെറ്റ് എന്താണ് തന്നിരിക്കുന്നത്? സി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് 0, 7 ആണ്. അങ്ങനെയെങ്കിൽ എ ബി സി എന്നീ 3 സെറ്റുകൾക്ക് ഒരു യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതിയാൽ മതി? ഈ 3 സെറ്റ് ഉൾപ്പെടുന്ന ഒരു സെറ്റ് അങ്ങ് എഴുതിയാൽ മതി. ഈ 3 സെറ്റ് ഉൾപ്പെടുന്ന സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സെറ്റിലെ എലമെന്റ്സ് വരുന്ന സെറ്റ് ആയിരിക്കണം. 3 സെറ്റിലെ എലമെന്റ്സ് വരുന്ന സെറ്റ് ഞാൻ ഒന്ന് എഴുതുവാണേ. നിങ്ങളൊന്ന് നോക്കിക്കോണേ ശരിയാണോ തെറ്റാണോ. 1, 2, 3, 4, 5, 6, 7, 8, 9. അത് ഈ 3 സെറ്റും വരുമോ? നോക്കിക്കേ. എ സബ്സെറ്റ് ഓഫ് യു ആണോ? യുവിൻ്റെ സബ്സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 2, 4, 6 എവിടെ വരണം? ഈ സെറ്റിനകത്തും വരണം. ദാ കിടക്കുന്ന 2, ദാ കിടക്കുന്ന 4, ദാ കിടക്കുന്ന 6. അപ്പോൾ യുവിൻ്റെ സബ്സെറ്റ് ആണ്, ശരിയാണ്. ബി യുവിൻ്റെ സബ്സെറ്റ് ആവുമോ? ബിയിലുള്ള എലമെൻറ്റുകൾ 1, 3, 5 ആണ്. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എഴുതിയ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് 1, 3, 5 ഉണ്ട്. അപ്പം ബി യുവിൻ്റെ സബ്സെറ്റ് തന്നെയാണ്. ഇനി എന്താണ്? സി ഇതിൻ്റെ സബ്സെറ്റ് ആവുമോ? ഒന്ന് നോക്കിക്കേ. സി സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാൻ പറ്റുമോ? സി ഇതിൻ്റെ സബ്സെറ്റ് ആവുമോ നോക്കിയേ. 0ഉം 7ഉം ആണ് സിയിലുള്ള എലമെൻറ്റ്. ഇതിനകത്ത് ഞാൻ നോക്കി 7 ഉണ്ട്, 0 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സി ഇതിലെ സബ്സെറ്റ് അല്ല. സി ഇതിലെ സബ്സെറ്റ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ സെറ്റിലെ എലമെൻസിൻ്റെ കൂടെ ഞാനൊരു 0 കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം എനിക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് യു ആണ്, ബി സബ്സെറ്റ് ഓഫ് യു ആണ്, സി സബ്സെറ്റ് ഓഫ് യു ആണ്. ഈ തന്നിരിക്കുന്ന 3 സെറ്റുകളുടെയും സെറ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയിൻ്റെ സൂപ്പർ സെറ്റാണ് യു, ബിയിൻ്റെ സൂപ്പർ സെറ്റാണ് യു, സിയിൻ്റെ സൂപ്പർ സെറ്റാണ് യു. അപ്പോൾ ഇതല്ല എയും ബിയും സിയും ഉൾപ്പെടുന്ന വലിയൊരു സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് ദെയർ ആർ സം സെറ്റ് അണ്ടർ കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് സെറ്റുകൾ ഉണ്ടെങ്കിൽ ദെൻ എ സെറ്റ് ക്യാൻ ബി ചൂസൺ ആർബിട്രറിലി വിച്ച് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഈച്ച് വൺ ഓഫ് ദ ഗിവൺ സെറ്റ്. തന്നിരിക്കുന്ന സെറ്റുകളുടെ സൂപ്പർ സെറ്റായിട്ട് നമുക്കൊരു സെറ്റിനെ അങ്ങോട്ടങ്ങ് എടുക്കാം. നമ്മളിപ്പോൾ എടുത്ത പോലെ അല്ലേ. Such a set is known as the universal set and it is denoted by U. U എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു ലെറ്ററായ യു എന്ന് പറയുന്ന വലിയ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്ററായ യു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ ഉദാഹരണമാണ് ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. 0, 1, 2, 3, 4, 5, 6, 7 വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 7 കഴിഞ്ഞ് 8, 9 എഴുതിയിട്ടുണ്ട്. എനിക്ക് 8, 9 എഴുതേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഞാൻ എന്നാലും 8, 9 എഴുതിയാലും 10, 11 എഴുതിയാലും അങ്ങോട്ട് ഇൻഫിനിറ്റി നമ്പേഴ്സ് എഴുതിയാലും ഇത് യൂണിവേഴ്സൽ സെറ്റ് ആവും. കാരണം എനിക്ക് എന്ത് വന്നാൽ മതി? ഈ 3 സെറ്റുകൾ ഇതിനകത്ത് വന്നാൽ മതി. അത് 7 വരെ നിന്നാലും കുഴപ്പമില്ല, 7നേക്കാൾ കൂടി എത്ര എലമെൻറ്റ്സ് എഴുതിയാലും കുഴപ്പമില്ല, എനിക്കത് യൂണിവേഴ്സൽ സെറ്റ് ആയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി അവർ തന്നിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ ഫോർ ദ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൻ്റെ എല്ലാ സെറ്റും എടുത്തു കഴിഞ്ഞാൽ ദ യൂണിവേഴ്സൽ സെറ്റ് ക്യാൻ ബി ഫൗണ്ട് ആസ് റാഷണൽ നമ്പർ യൂണിവേഴ്സൽ സെറ്റായിട്ട് വരും. ഓർ റിയൽ നമ്പേഴ്സ് യൂണിവേഴ്സൽ സെറ്റായിട്ട് വരും. കാരണം എന്താ? ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നമ്പർ ചാർട്ട് തന്നിരുന്നു. ആ നമ്പർ ചാർട്ടിൽ ആ ഡയഗ്രത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഇൻഡിജറുകളും എന്തിനകത്ത് വരും? റാഷണൽ നമ്പറിനകത്ത് വരും. വരും. കാരണം എല്ലാ ഇൻഡിജറിനെയും നമുക്ക് എങ്ങനെ എഴുതാം? n/1 എന്ന് എഴുതാം അല്ലേ? n/1 എന്ന് പറയുമ്പോൾ n ഒരു ഇൻഡിജർ ആയാൽ മതി, 1 ഒരു ഇൻഡിജറാണ്. ഇൻഡിജർ ബൈ ഇൻഡിജർ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് 0 ആവാതിരുന്നാൽ മതി. അപ്പം നേരെ അയാൾ എവിടെ ആവും? റാഷണൽ നമ്പർ Q ആവും. അപ്പോൾ റാഷണൽ നമ്പറിനകത്ത് വരുന്ന ആളാണ് ഇൻഡിജർ. ആ റാഷണൽ നമ്പറൊക്കെ എന്തിനകത്ത് വരുന്ന ആളാണ്? റിയൽ നമ്പറിനകത്ത് വരുന്ന ആളാണ്. അപ്പോൾ ഇസഡിൻ്റെ സൂപ്പർ സെറ്റായിട്ട് റാഷണൽ നമ്പർ പറയാം, റാഷണൽ നമ്പറിൻ്റെ സൂപ്പർ സെറ്റായിട്ട് റിയൽ നമ്പർ പറയാം. മറ്റൊരർത്ഥത്തിൽ ഇസഡിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് റാഷണൽ നമ്പർ പറയാം, റാഷണൽ നമ്പറിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് റിയൽ നമ്പർ പറയാം, ഇസഡിൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് റിയൽ നമ്പർ പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം.
അതിനകത്ത് നമ്മൾ എടുക്കുന്ന സെറ്റ് കണ്ടെയ്ൻ ചെയ്താൽ മാത്രം മതി. ഇപ്പം മനസ്സിലായോ എന്താ കളികളെന്ന്? എന്താണ് കളികൾ മക്കളെ? എന്താണ് കളികളെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടുത്ത എക്സാമ്പിൾ ഒന്ന് നോയിക്കേ. വാട്ട് യൂണിവേഴ്സൽ സെറ്റ്സ് വുഡ് യു പ്രൊപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? തന്നിരിക്കുന്ന സെറ്റുകൾക്ക് നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സൽ സെറ്റ് എന്നിട്ടൊന്ന് പറ. ദ സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. സത്യമായിട്ടുള്ള ട്രയാങ്കിൾസ് ആണോ? സത്യമായ ട്രയാങ്കിൾസ് ആണോ റൈറ്റ് ട്രയാങ്കിൾസ്? അല്ല. ഇതിലെന്താണ് സത്യമായിട്ടുള്ളത്? റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ, 90 ഡിഗ്രി ആംഗിൾ വരുന്ന ട്രയാങ്കിളിനെയാണ്, 90 ഡിഗ്രി കോണളവ് വരുന്ന ട്രയാങ്കിളിനെയാണ്, ത്രികോണത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ഉള്ള 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ചുരുക്കി റൈറ്റ് ട്രയാങ്കിൾ ആക്കിയത്. ആംഗിൾഡ് അങ്ങ് കളഞ്ഞല്ലയോ? ആംഗിൾഡ് കളഞ്ഞപ്പോൾ അവർക്ക് അങ്ങ് തൃപ്തിയായി. അതാണ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളുകളുടെ സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റ് പ്രപ്പോസ് ചെയ്യാവോ? എന്തോ പാട്, റൈറ്റ് ട്രയാങ്കിൾ അല്ലയോ? അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇതിനകത്ത് വരും, ട്രയാങ്കിൾസിൻ്റെ സെറ്റിനകത്ത് വരും. The set of triangles is the universal set of all set of right triangles. Right triangles ന്റെ എല്ലാ സെറ്റും എവിടെ വരും? എല്ലാ ട്രയാങ്കിളുകളുടെയും സെറ്റ് വരും. അതുകൊണ്ട് അത് എന്താണ്? അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റാണ്. അടുത്ത എക്സാമ്പിൾ ഇതുപോലെ തന്നെ അതാണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളുകളുടെ സെറ്റ് എവിടെയും വരും? ഈ ട്രയാങ്കിളുകളുടെ സെറ്റിനകത്ത് വരും. അപ്പോൾ ട്രയാങ്കിളുകളുടെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സെറ്റാണ്. അതിനകത്ത് പല ടൈപ്പ് ട്രയാങ്കിൾ വരും, പല ടൈപ്പ് ട്രയാങ്കിൾ വരും. ഏതൊക്കെ വരുമായിരിക്കും? ഈ റൈറ്റ് ട്രയാങ്കിൾ വരാം, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ വരാം, അക്യൂട്ട് ട്രയാങ്കിൾ വരാം. പിന്നെന്താണ്? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ വരാം, ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ വരാം, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരാം, ഐസോസിലസ് വരാം. പിന്നെ എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരാം. ഇതെല്ലാം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അറിയാത്ത കുറേയധികം പേരുകളുള്ള ട്രയാങ്കിൾ ആണ്. ഇതെല്ലാം തന്നെ എവിടെ വരും? ഇതെല്ലാം തന്നെ എല്ലാ ട്രയാങ്കിളുകളുടെയും യൂണിവേഴ്സൽ സെറ്റിനകത്ത്, എല്ലാ ട്രയാങ്കിളുകളുടെയും സെറ്റിനകത്ത് വരും. അതുകൊണ്ട് അതിൻ്റെയൊക്കെ യൂണിവേഴ്സൽ സെറ്റ് ചോദിച്ചാൽ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എന്ന് കൊടുക്കാം. ഓൾ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ശരിയാണോ? അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് ക്ലാസ് പവർ സെറ്റിലേക്ക് പോവാം. പവർ സെറ്റ് അല്ലെങ്കിൽ നമ്മളിതിനെ ഓമര പേരിട്ട് ശക്തിയുള്ള സെറ്റ് എന്ന് വിളിക്കും. ശക്തിയുള്ള ഗണമാണ് സെറ്റ്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശക്തിയുള്ള ഗണം പവർ സെറ്റ് നോക്കാം. പവറാണ്. പവർ എന്തിൻ്റെ പവർ? ഹൾക്കിൻ്റെ പവർ, തോറിൻ്റെ പവർ ആണോ? അയൺമാൻ്റെ പവർ ആണോ? ഇത് ആ പവർ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് പവറാണ് ഉദ്ദേശിക്കുന്നത്? ദ പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ ഇസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എ. നമ്മൾ എ എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു, ആ സെറ്റുകളുടെ സബ്സെറ്റ് എഴുതി. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ഓരോ എലമെൻ്റ് എടുത്ത് അങ്ങ് സെറ്റായിട്ട് എഴുതി. പിന്നെന്തോ ഈ 2 എലമെൻറ്റുകൾ വെച്ച് സെറ്റായിട്ട് എഴുതി. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3 3 എലമെൻറ്റുകൾ വെച്ച് സെറ്റായിട്ട് എഴുതി. അതേ സെറ്റ് തന്നെ, സെറ്റ് 1 2 3. പിന്നെ 5 ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്, 5 വരും. അങ്ങനെ ആകെ ഉള്ള എല്ലാ സബ്സെറ്റുകളെയും കോമയിട്ട് വേർതിരിച്ച് ഒരു ബ്രാക്കറ്റിനകത്ത് 2 ബ്രാക്കറ്റിനകത്ത് എഴുതി വെക്കുമ്പോൾ എന്താവും? അതൊരു പുതിയ സെറ്റാവും. ആ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ശക്തിമാൻ പവർ സെറ്റ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സെറ്റുകളെ എടുത്തു വെച്ചിട്ട് നമ്മളൊരു സെറ്റാക്കി കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റിനകത്ത് എത്ര സബ്സെറ്റ് ഉണ്ട്?
അതറിയണമെങ്കിൽ ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് അറിയണമെങ്കിലോ നമ്മൾ എടുക്കുന്ന സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ n അംഗങ്ങളുണ്ട്, n എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എ ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 2n ആണ്. 2 എക്സ്പോണന്റ് എന്ത് വരും? n വരും. അതാണ് എന്ത്? എയുടെ സബ്സെറ്റുകളുടെ എണ്ണം അതാണ്. അതുകൊണ്ട് പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പവർ സെറ്റ് എന്ന് പറയുന്നത് എയുടെ പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പവർ സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റുകളുടെ സെറ്റാണ്. സബ്സെറ്റുകളുടെ സെറ്റ് ആയതുകൊണ്ട് പവർ സെറ്റിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സബ്സെറ്റുകളാണ് പവർ സെറ്റിലെ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 2n തന്നെയാണ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് നമുക്കറിയാം. എയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. അതുകൊണ്ട് പവർ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം എന്ത് തന്നെ വരും? 2n തന്നെ വരും. എയുടെ പവർ സെറ്റുകളിലെ എലമെന്റ്സിന്റെ എണ്ണവും എന്ത് തന്നെ വരും? 2n തന്നെ വരും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോട്ടിലോട്ട് നോക്കിക്കേ. ദ പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ എന്ന സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എ. എക്ക് എത്ര സബ്സെറ്റുകൾ എഴുതാൻ പറ്റുമോ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ സെറ്റാണ് പവർ സെറ്റ്, ശക്തിയുള്ള സെറ്റ്. ദിസ് ഇൻക്ലൂഡ്സ് എം ടി സെറ്റ്. ഇതിനകത്ത് ആരും വരും? എം ടി സെറ്റും വരും. അത് നമുക്കറിയാമല്ലേ. എം ടി സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് കയറി വരും. അപ്പോൾ ആ എം ടി സെറ്റിനകത്ത് എന്തും വരും? എം ടി സെറ്റ് എവിടെയും വരും, പവർ സെറ്റിനകത്തും വരും. സബ്സെറ്റ് വിത്ത് നോ എലമെന്റ്സോ? എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സബ്സെറ്റാണ് എം ടി സെറ്റ്. അതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ എന്തിന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്? നമ്മളെന്ത് കൊച്ചു പിള്ളേരോ? ഇത് ഒറിജിനൽ സെറ്റ് ഇറ്റ് സെൽഫ്. ആ ഒറിജിനൽ സെറ്റും വരും. എന്തുവാടെ നമ്മളെ കളിയാക്കുന്നോടെ? ആസ് എവരി സെറ്റ് ഈസ് കൺസിഡേഴ്സ് ആസ് സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടായി വന്നേക്കുന്നത്. ഇഫ് എ സെറ്റ് എ ഹാസ് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ then its പവർ സെറ്റ് ഓഫ് എ വിൽ കണ്ടെയ്ൻ 2n എലമെന്റ്സ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു സംഗതി മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന നൾ സെറ്റ് നമ്മൾ പഠിച്ച സാധനം, നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച സാധനം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാ പവർ സെറ്റിനകത്തും വരും. ഏതൊരു സെറ്റിൻ്റെയും എ എന്നോ ബി എന്നോ സി എന്നോ നാച്ചുറൽ നമ്പർ എന്നോ ഇൻറ്റിജർ എന്നോ റാഷണൽ നമ്പർ എന്നോ വേർതിരിവില്ലാതെ ഏതൊരു സെറ്റിൻ്റെയും പവർ സെറ്റ് എടുത്താൽ അതിനകത്ത് ആര് എലമെന്റ് ആയിട്ട് വരും? അതിനകത്ത് വരുന്ന കോമൺ എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എം ടി സെറ്റാണ്, അല്ലെങ്കിൽ നൾ സെറ്റാണ്, വോയിഡ് സെറ്റാണ്. ഇതാണ് കോമൺ എലമെന്റാണ്. കാരണം എന്താണ്? നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണത്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് നമ്മുടെ എം ടി സെറ്റ്. അതുകൊണ്ട് തന്നെ ഏത് സെറ്റിന്റെ സബ്സെറ്റുകൾ എടുത്താലും അതിന്റെ പവർ സെറ്റുകൾ എഴുതിയാൽ അതിനകത്ത് ആര് എലമെന്റ് ആയിട്ട് വരും? എം ടി സെറ്റ് എലമെന്റ് ആയിട്ട് വരും. അത് ഓർത്ത് വെച്ചേക്കുക. എവിടെയെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ 3 എലമെന്റ്സിന്റെ എക്സാമ്പിളാണ് എടുത്തേക്കുന്നത്. ഇവിടെ 2 എലമെന്റ്സ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാമല്ലേ. ലെറ്റ് എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. 2 എലമെന്റ്സേ ഉള്ളൂ, 1, 2. അതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് വരും. ഓക്കെ. പിന്നെന്താണ്? സെറ്റ് 1 ഉണ്ട്. ഓക്കെ. സെറ്റ് 2 ഉണ്ട്. ഓക്കെ. പിന്നെ സെറ്റ് 1, 2 ഉണ്ട്. അതേ സെറ്റ് തന്നെ ഉണ്ട്. അപ്പം എയ്ക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? n ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എണ്ണം കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2n ആണ്. 2 ആണ്. 4 ആണ്. 1 2 3 4. ഓക്കെ ആണോ? 4 സബ്സെറ്റ് കിട്ടിയില്ലയോ? 4 സബ്സെറ്റുകൾ എലമെന്റ്സ് ആക്കി എഴുതിയ ഒരു പവർ സെറ്റ് കിട്ടിയില്ലയോ? ആ പവർ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം കിട്ടിയില്ലയോ? ഇത്രയൊക്കെ ഇതിൽ നിന്ന് നോക്കിയാൽ മതി. നിങ്ങൾ കൂടുതൽ കിടന്നോടേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിയറി പാർട്ട് പഠിക്കുമ്പം അതെന്താണെന്ന് കറക്റ്റായിട്ട് മീൻ ചെയ്യുന്നത്, അതിൻ്റെ നൊട്ടേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്റ്റ്,
ഇതൊക്കെ നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിനകത്തും നമ്മുടെ ബോർഡ് എക്സാമുകൾക്കും പ്രധാനമായിട്ടും കുറേയധികം ട്രാപ്പുകൾ വരുന്നുണ്ട്. ചോദ്യത്തിനകത്ത് ഓരോ ചോദ്യത്തിലും ഓരോ ട്രാപ്പുകളുണ്ട്. പിള്ളേരെ വഴിതെറ്റിക്കുന്ന ട്രാപ്പുകൾ. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കുക, തെറ്റി എന്ന് നമ്മൾ പറയത്തില്ല. ഇപ്പോൾ ഒരു പാട്ടിറങ്ങിയല്ലോ, തെറ്റി, എന്തോ തെറ്റിയ പാട്ടാണത് അല്ലേ? അങ്ങനെയെങ്കിൽ വഴി തെറ്റിക്കുക, നമ്മുടെ ആൻസർ നമ്മളെ ഇന്ന് തെറ്റിക്കുക, നമ്മുടെ തെറ്റുത്തരത്തിലേക്ക് നയിക്കുന്ന കുറേ ട്രാപ്പുകൾ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ തിയറി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ക്രിസ്പായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫാക്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു പോവുക, നൊട്ടേഷൻസ് പഠിച്ചു പോവുക. നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾ നന്നായി പഠിക്കേണ്ടവരാണ്. നിങ്ങൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കീ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു സെറ്റിലെ സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. The set contains all possible subset of a given set. തന്നിരിക്കുന്ന സെറ്റിന്റെ എല്ലാ പോസിബിൾ സബ്സെറ്റും ഈ സെറ്റിനകത്ത് വരും. അതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സെറ്റിനകത്ത് എന്തുണ്ട്? തന്നിരിക്കുന്ന സെറ്റിന്റെ എല്ലാ പോസിബിൾ സബ്സെറ്റും ഉണ്ട്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? The number of subsets and therefore the elements in the power set. പവർ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഇസ് കാൽക്കുലേറ്റഡ് ആസ്, നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2n എലമെന്റ്സ് ആണുള്ളത്. n എവിടെയാണ് കിടക്കുന്നത്? n ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഒറിജിനൽ സെറ്റ്, ഗിവൺ സെറ്റ്. ഗിവൺ സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 2n ആണ്. അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. ഇതിനിടയിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചായിരുന്നു, പ്രോപ്പർ സെറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. പ്രോപ്പർ സെറ്റ് അല്ല, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എന്തായിരുന്നു? 2n -1 ആയിരുന്നു. അതെങ്ങനെയായിരുന്നു അങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചേ. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി എന്നാണ്. ഇനി നമ്മൾ പ്രോപ്പർ സബ്സെറ്റിലോട്ട് വരുമ്പോൾ എന്താണ് പഠിച്ചത്? എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ, എക്സ് ബിലോങ്സ് ടു ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ ബിക്ക് ഈക്വൽ അല്ല എങ്കിൽ അതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് നമ്മൾ പഠിച്ചത്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പഠിച്ചത്. അങ്ങനെയെങ്കിൽ എയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ പവർ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n ആണ്. ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2n -1 ആണ്. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് എല്ലായിടത്തും ഉപകാരപ്പെടും. ഇന്ന് നമ്മളെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളെ പറഞ്ഞോളൂ. ഇന്റർവെൽസ് ആസ് സബ്സെറ്റ്സ് ഓഫ് ആർ, റിയൽ നമ്പറുകളുടെ സബ്സെറ്റുകളായിട്ടുള്ള ഇന്റർവെല്ലുകൾ. അതിനകത്ത് ഓപ്പൺ ഇന്റർവെല്ല് പറഞ്ഞു, ക്ലോസ്ഡ് ഇന്റർവെല്ല് പറഞ്ഞു, സെമി ഓപ്പൺ പറഞ്ഞു, സെമി ക്ലോസ്ഡ് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്ക്, ഇത് ഒന്നാമത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്കിൽ പറഞ്ഞത് എന്തായിരുന്നു? യൂണിവേഴ്സൽ സെറ്റ്. മൂന്നാമത്തെ ടോപ്പിക്കിൽ പറഞ്ഞത് പവർ സെറ്റ്. അപ്പോൾ ഈ 3 ടോപ്പിക്കും നിങ്ങൾക്ക് പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളാണ്. ഇതിൻ്റെ ജസ്റ്റ് തിയറി പാർട്ടും ജസ്റ്റ് മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിളുകളെ പറഞ്ഞോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് മാക്സിമം കളക്ട് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. വീണ്ടും സന്ധിക്കും വരെ താങ്ക് യു. ഓക്കെ അല്ലേ? ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.